മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ കണ്ണൂരിലേക്ക് എത്തുന്നു. അനുമതിയുള്ള ക്യാരി ബാഗുകളുടെ മറവിലാണ് നിരോധിത ഉൽപ്പന്നങ്ങളും കൊണ്ടുവരുന്നത്. കണ്ണൂർ സിറ്റിയിൽ വൻതോതിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്കെതിരെ അതിശക്തമായ നടപടിയാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ രൂപീകരിച്ച പരിശോധനയും വ്യാപകമാണ്. ഇതിനിടയിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എത്തുന്നുണ്ട്. ഇതിന്റെ തെളിവായി കഴിഞ്ഞ ദിവസം സിറ്റിയിൽ നടന്ന പരിശോധന. സിറ്റിയിലെ മൊത്ത വ്യാപാരിയുടെ ഗോഡൌണിൽ നിന്നും 250 കിലോ നിരോധിത ക്യാരി ബാഗുകൾ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചെടുത്തു. സിറ്റിയിലെ മുഹമ്മദ് ഷയാസിന്റെ ഉടമസ്ഥതയിലുള്ള TK ഏജൻസിയുടെ ഗോഡൌണിൽ നിന്നാണ് ഉൽപാദനം സംബന്ധിച്ച വിവരങ്ങൾ പോലും രേഖപ്പെടുത്താത്ത പല വലുപ്പത്തിലുള്ള നിരോധിത ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തത്. വിൽപ്പനാനുമതിയുള്ള ബയോ ക്യാരി ബാഗുകൾക്കിടയിൽ അടക്കിവെച്ച രീതിയിലാണ് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത്. കണ്ണൂർ മാർക്കറ്റിൽ സുലഭമായി നിരോധിത ക്യാരി ബാഗുകൾ ലഭ്യമാകുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിരീക്ഷണം നടത്തിയത്. കണ്ണൂർ നഗരസഭ ഹെൽത്ത് വിഭാഗവുമായി ചേർന്ന് നഗരത്തിൽ വ്യാപക പരിശോധന കഴിഞ്ഞ ദിവസവും നടത്തിയിരുന്നു. നിരോധിത ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച ഉടമയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തി. തുടർ നടപടികൾ സ്വീകരിക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയ്കുമാർ, സ്ക്വാഡ് അംഗം ഷെരീഖുൽ അൻസാർ, കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജേഷ് കുമാർ, V സീമ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.